Hello friends, welcome back to our YouTube channel Study Bee. ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്ലാസ് 9th ജോഗ്രഫിയിലെ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്ത കുട്ടികൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? നമ്മുടെ ഇന്ത്യയുടെ 5 ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് ഏതാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, ദ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻ, ദ പെനിൻസുലാർ പ്ലാറ്റു, ദ ഇന്ത്യൻ ഡെസേർട്ട്, ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ്. അതുപോലെ ദ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ്റെ 3 ഡിവിഷൻസ് ആയിട്ടുള്ള ട്രാൻസ് ഹിമാലയ, ഹിമാലയ ആൻഡ് ഈസ്റ്റേൺ ഹിൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഹിമാലയാസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്നും നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ഹിമാലയാസിൻ്റെ റീജിയണൽ ഡിവിഷൻസിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് നോക്കാം റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ 2 ടേംസ് നമുക്ക് പരിചയപ്പെടാം. സ്ലോപ്പ് ഓഫ് എ മൗണ്ടെയിനും അതുപോലെ വാലി. ഈ 2 ടേംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറേ ഉപയോഗിക്കുന്ന 2 ടേംസാണ്, അതുകൊണ്ടാണ് അറിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, സ്ലോപ്പ് ഓഫ് എ മൗണ്ടെയിൻ അതെന്താണ്? മൗണ്ടെയിൻ്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെരിഞ്ഞ ആ ഒരു സർഫസിനെയാണ് നമ്മൾ ആ മൗണ്ടെയിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു മൗണ്ടെയിൻ്റെ സ്ലോപ്പ്. ഇനി വാലി എന്താണെന്ന് നോക്കാം. വാലി എന്ന് പറഞ്ഞാൽ എന്താ? താഴ്വര എന്നാണ് അർത്ഥം. അപ്പോൾ 2 മൗണ്ടെയിൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഏരിയ, ഇത് കോമൺലി അതിലൂടെ ഒരു റിവറോ അല്ലെങ്കിൽ ഒരു സ്ട്രീം, ഒരു അരുവിയോ അതിലൂടെ ഒഴുകുന്നുണ്ടാവും. ഇതിനെയാണ് വാലി എന്ന് പറയുക. അപ്പം സ്ലോപ്പ് ആൻഡ് വാലി എന്താണെന്ന് നമ്മളും പഠിച്ചു. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ്. Rivers that originate from Himalayas create deep gorges and the regional divisions are made on the basis of these rivers. ഹിമാലയാസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിവേഴ്സ് അത് അതിൻ്റെ ആ ഒരു പാതയിൽ, അത് ഫ്ലോ ചെയ്യുന്ന ആ ഒരു പാതയിൽ ഡീപ്പ് ഗോർജസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗോർജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹിമാലയാസിൽ അതുപോലെ തന്നെ ഏതൊരു മൗണ്ടെയിനിലൂടെ റിവർ ഫ്ലോ ചെയ്യുമ്പം അവിടെ എന്താണ്? ഒരു സോയിൽ ഇറോഷൻ നടക്കും. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ആ ഒരു പാതയിൽ തന്നെ ആ റിവർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ വാട്ടറിൻ്റെ പ്രഷർ കൊണ്ട് സോയിൽ ഇറോഷൻ നടക്കും അല്ലേ? അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ആ ഒരു മൗണ്ടെയിനിൽ ഒരു കട്ടിങ് വരുത്തും. ഇതിങ്ങനെ തുടർന്ന് അത് വലിയൊരു കട്ടിങ് ആയി മാറും. ദെൻ ഈ ഒരു വാലി, ഈ ഒരു ആ ഒരു പാത്ത് ഒരു വാലി ആയിട്ട്, ഒരു നാരോ ആയിട്ടുള്ള ഒരു വാലി ആയിട്ട് മാറും. ഈ പിക്ചറിൽ കൊടുത്ത പോലെ ഇങ്ങനെയായി മാറും. അപ്പം ഇതിനെയാണ് നമ്മൾ ഗോർജസ് എന്ന് പറയണത്. പിന്നീട് എന്താ പറഞ്ഞത്? ഈ റീജിയണൽ ഡിവിഷൻസ് ഈ കട്ട് ചെയ്യുന്ന ഈ റിവേഴ്സിൻ്റെ ബേസിലാണ് റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് നമ്മൾ പറയണത്. നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഗോർജസിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഡീപ്പ് വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ് ആർ ഗോർജസ്. അപ്പോൾ എങ്ങനെയുള്ള വാലീസാണ്? ഡീപ്പ് വാലീസാണ്, ആഴമേറിയ വാലീസ് വിത്ത് സ്റ്റീപ്പ് സൈഡ്സ്. സ്റ്റീപ്പ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള വശങ്ങൾ. അപ്പം വളരെ കുത്തനെ ഇരിക്കും അത്. ഇതുപോലെ ഡീപ്പായിട്ടുള്ള വാലീസാണ് ഈ ഗോർജസ്. റിവർ ഗംഗ, ഇൻഡസ് ആൻഡ് ബ്രഹ്മപുത്ര ക്രിയേറ്റ്സ് ഗോർജസ് അക്രോസ് ദ ഹിമാലയൻ റേഞ്ചസ് ത്രൂ ഇറോഷൻ. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗംഗ, ഇൻഡസ് അതുപോലെ ബ്രഹ്മപുത്ര റിവേഴ്സ് ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ചസിൻ്റെ അക്രോസ് ആയിട്ട് ഗോർജസ് ഉണ്ടാക്കുന്നുണ്ട് ത്രൂ ഇറോഷൻ. ഇനി റീജിയണൽ ഡിവിഷൻസ് ഓഫ് ഹിമാലയാസ് 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ഹിമാലയാസ്, സെൻട്രൽ ഹിമാലയാസ് ആൻഡ് ഈസ്റ്റേൺ ഹിമാലയാസ്. നമ്മൾ പറഞ്ഞു റിവേഴ്സിൻ്റെ ബേസിലാണ് ഈ ഒരു റീജിയണൽ ഡിവിഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു മാപ്പിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഈ ഒരു ഡിവിഷൻസ് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ റിവർ ഇൻഡസ് തൊട്ട് റിവർ കാളി
നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. റിവർ ഇൻഡസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, റിവർ കാളിനെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇതിൻ്റെ ഇടയിലുള്ള ആ റീജിയനെയാണ് നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയണത്. നെക്സ്റ്റ് കാളി റിവർ, അതുപോലെ ടീസ്റ്റ റിവർ, ഈ രണ്ട് റിവറിൻ്റെയും ഇടയിലുള്ള ഹിമാലയൻ റീജിയൻസിനെയാണ് സെൻട്രൽ ഹിമാലയാസ് എന്ന് പറയണത്. ദെൻ ടീസ്റ്റ അതുപോലെ ബ്രഹ്മപുത്ര റിവേഴ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു ഹിമാലയൻ റീജിയണൽ ഡിവിഷനെയാണ് നമ്മൾ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയണത്. അപ്പം നമ്മൾ ഈ ഒരു ടേബിൾ പഠിക്കുക. ഹിമാലയൻ സോൺസും അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന സെപ്പറേറ്റിംഗ് റിവേഴ്സിനെയും നമ്മൾ പഠിച്ചു വെക്കാം. ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ സെപ്പറേറ്റിംഗ് റിവേഴ്സ് ഇൻഡസ് ആൻഡ് കാളി. ദെൻ സെൻട്രൽ ഹിമാലയാസിൻ്റെത് കാളി ആൻഡ് ടീസ്റ്റ. ഈസ്റ്റേൺ ഹിമാലയാസിൻ്റെ ടീസ്റ്റ ആൻഡ് ബ്രഹ്മപുത്ര. ഇപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ദെൻ ഇനി നമ്മൾ വെസ്റ്റേൺ ഹിമാലയാസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാണ്. വെസ്റ്റേൺ ഹിമാലയാസ് structures from Indus River Valley to the north of Jammu and Kashmir up to Kali River Valley in the eastern part of Uttarakhand. ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ നോർത്ത് പാർട്ടിലുള്ള ഇൻഡസ് റിവർ വാലി തൊട്ട് ഉത്തരാഖണ്ഡിൻ്റെ ഈസ്റ്റേൺ പാർട്ടിലുള്ള കാളി റിവർ വാലി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് വെസ്റ്റേൺ ഹിമാലയാസ്. ഇനി ഈ കാളി റിവർ എന്ന് പറയുന്നത് റിവർ ഗാംഗ്ര റിവറിൻ്റെ ട്രിബ്യൂട്ടറിയാണ്. അപ്പോൾ ഒരു റിവറിൻ്റെ ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെയിൻ സ്റ്റെം റിവർ ഉണ്ടാവും, അതിലേക്ക് ഈ ട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വാട്ടർ ബോഡീസ് ആയിരിക്കും. അത് ഈ മെയിൻ സ്റ്റെം റിവറിലേക്ക് ആഡ് ഓൺ ആവും, അത് അതിലേക്ക് ഫ്ലോ ചെയ്ത് അതിലേക്ക് ആഡ് ആവും. അപ്പോൾ ഈ ഒരു ഇവിടെ മെയിൻ സ്റ്റെം റിവർ എന്താണ്? ഗാംഗ്ര ആണ്. അതിൻ്റെ ട്രിബ്യൂട്ടറിയാണ് കാളി റിവർ. വെസ്റ്റേൺ ഹിമാലയാസിനെ നമ്മൾ ഇനിയും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കശ്മീർ ഹിമാലയാസ്, ഹിമാചൽ ഹിമാലയാസ് ആൻഡ് ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഇനി കശ്മീർ ഹിമാലയാസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓവർ ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ലഡാക്ക് റീജിയൻ. ജമ്മു കാശ്മീർ ലഡാക്ക് റീജിയൻസിൽ ആണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. എക്സ്റ്റൻഷൻ റേഞ്ച് എത്രയാണ്? 3.5 കിലോമീറ്റർ, 5 lakh കിലോമീറ്റർ സ്ക്വയർ. ദെൻ ലെങ്ത് 700 കിലോമീറ്റർ, വിഡ്ത്ത് 500 കിലോമീറ്റർ. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഏരിയനെയാണ് നമ്മൾ എക്സ്റ്റൻഷൻ എന്ന് പറയാം. അപ്പോൾ ലെങ്ത് 700 ആണ്, വിഡ്ത്ത് 500 ആണ്. സോ എത്രയായിരിക്കും ഏരിയ വരിക? 700 കിലോമീറ്റർ ഇൻറ്റു 500 കിലോമീറ്റർ എത്രയാണ്? 3,50,000. അപ്പോൾ 3,50,000 എന്ന് പറഞ്ഞാൽ 3.5 lakh തന്നെയാണ്. ഇനി അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് നമ്മൾ കൊടുക്കൽ? സ്ക്വയർ ആയിട്ടാണ് കൊടുക്കൽ അല്ലേ? അപ്പോൾ സ്ക്വയർ കിലോമീറ്റർ എന്ന് വന്നു. അപ്പം ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ്, കാശ്മീരിലെ ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അടുത്തത്. ഏതൊക്കെയാണ്? കാറക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ. ഈ 4 മൗണ്ടെയിൻ റേഞ്ചസ് ആണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് സ്നോ കവേർഡ് പീക്സ്, വാലീസ് ആൻഡ് ഹിൽ സ്റ്റേഷൻ. ഇവർക്ക് സ്നോ കവേർഡ് ആയിട്ടുള്ള കൊടുമുടികൾ, താഴ്വരകൾ, അതുപോലെ ഹിൽ റേഞ്ചസ് ആണ് ഇവരുടെ പ്രത്യേകത. ഇനി അടുത്ത പോയിന്റ് എന്താണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോൾവിൽ ഓൺസ്റ്റിൻ എന്ന് പറയും. ഇതിന് എത്രയാണ്? 8,611 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. ആ മൗണ്ട് K2 എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ് ആണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2, ഓൾസോ നോൺ ആസ് ഗോൾഡ്വിൻ ഓൺസ്റ്റിൻ. ഇത് കാറക്കോറം റേഞ്ചസിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ മൗണ്ടെയിൻ റേഞ്ചസിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ്, അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് ഏതൊക്കെയാണ്? സിയാച്ചൻ ആൻഡ് ബോൾട്ടോറോ. അപ്പം ഇമ്പോർട്ടൻറ്റ് ഗ്ലേഷ്യേഴ്സ് സിയാച്ചൻ ആൻഡ് ബോൾട്ടോറോ. ഇനി ഗ്ലേഷ്യേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പിക്ചറിൽ കൊടുത്ത പോലെ ഈ ഐസ് കട്ടകളായി നിൽക്കുന്ന ഈ ഒരു റീജിയൻസിനെയാണ് നമ്മൾ ഗ്ലേഷ്യേഴ്സ് എന്ന് പറയണത്. ഇനി ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് നോക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് സച്ച് ആസ് രവി, ചെലും ആൻഡ് ചെനാബ് ഹാവ് ലക്ഷറിയൻ വാട്ടർ ഫ്ലോ ത്രൂ ഔട്ട് ദ ഇയർ.
അപ്പോൾ ഈ സിയാച്ചൻ ആൻഡ് പോൾട്ടോറോ ഗ്ലേഷ്യേഴ്സ് എന്താ ചെയ്യണത്? റിവർ ഇൻഡസിനെ അതുപോലെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള രവി, ജലും, ചെനാബ് ഈ റിവേഴ്സിൽ ത്രൂ ഔട്ട് ദ ഇയർ ലക്ഷറിയൻ്റ് ആയിട്ടുള്ള വാട്ടർ ഫ്ലോ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ്? ഗ്ലേഷ്യേഴ്സ് നമ്മൾ പറഞ്ഞു ഐസ് കട്ടകളാണ്. ഇത് മെൽറ്റ് ചെയ്യുമ്പം അവിടെയുള്ള വാട്ടർ ഈ റിവേഴ്സിലേക്ക് എത്തും. ദെൻ ത്രൂ ഔട്ട് ദ ഇയർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ റിവറിലൂടെ വാട്ടർ ഫ്ലോ ചെയ്യും. അപ്പം ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വൈ ആർ ദ ഹിമാലയൻ റിവേഴ്സ് വാട്ടർ റിച്ച് ഇയർ റൗണ്ട്? അപ്പം ഹിമാലയൻ റിവേഴ്സ് എന്തുകൊണ്ടാണ് ത്രൂ ഔട്ട് ദ ഇയർ വാട്ടർ റിച്ച് ആയിട്ട് നിൽക്കുന്നത്? നമുക്ക് എന്താ പറയുക? ദ ഗ്ലേഷ്യേഴ്സ് ഇൻ ഹിമാലയ ഗെറ്റ് മെൽറ്റ്സ് ആൻഡ് ദ വാട്ടർ ഫ്രം ദർ ഹെൽപ്സ് ദ ഹിമാലയൻ റിവേഴ്സ് ടു ഹാവ് ലക്ഷറിയൻ വാട്ടർ ഫ്ലോ ത്രൂ ഔട്ട് ദ ഇയർ. ഇനി നമ്മൾ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ വലിയ വലിയ മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ അവിടെ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം അവിടെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. പാസസ് ആർ ദി കമ്പാരിറ്റീവ്ലി ഈസിയർ നാച്ചുറൽ പാസേജസ് ഇൻ മൗണ്ടെയിൻ ടെറൈൻസ്. പാസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുരങ്ങളാണ്. ഈ ചുരങ്ങളാണ് അവിടുത്തെ ഈസിയർ ആയിട്ടുള്ള നാച്ചുറൽ പാസേജസ്. ചുരങ്ങൾ കാണാത്ത ആളുകളാണെങ്കിൽ ഇതായി പിക്ചറിൽ കൊടുത്ത ഈ ഒരു ഇതാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അവിടുത്തെ ഈസിയർ ആയിട്ടുള്ള നാച്ചുറൽ പാസേജസ്. അപ്പം ഈ പാസസിന് ഒരു എക്സാമ്പിളാണ് ബനിഹൽ പാസ്. കശ്മീർ ഹിമാലയാസിലെ ഒരു പാസിൻ്റെ എക്സാമ്പിളാണ് ബനിഹൽ പാസ്. ഇത് ഇറ്റ് ഈസ് അക്രോസ് പിർ പഞ്ചൽ റേഞ്ച് ദാറ്റ് കണക്ട്സ് ജമ്മു വിത്ത് കാശ്മീർ വാലി. അപ്പോൾ പിർ പഞ്ചൽ റേഞ്ചിന് അക്രോസ് ആയിട്ടാണ് ഈ ഒരു ബനിഹൽ പാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ജമ്മുവിനെ കാശ്മീർ വാലിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ജമ്മുവിനെ കാശ്മീർ വാലിയായിട്ട് കണക്ട് ചെയ്യുന്ന പാസ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? നമ്മൾ ബനിഹൽ പാസ്. ഇനി അവിടുത്തെ ഫ്രഷ് വാട്ടർ ലേക്ക് അതിനെക്കുറിച്ച് പറയാണ്. ദാൽ ലേക്ക് ഈസ് വൺ ഓഫ് ദ ന്യൂമറസ് ഫ്രഷ് വാട്ടർ ലേക്സ് ഇൻ കശ്മീർ ഹിമാലയ. എത്രയോ ഫ്രഷ് വാട്ടർ ലേക്സ് നമ്മളെ കശ്മീർ ഹിമാലയാസിലുണ്ട്. അതിൽ ഒന്നാണ് ദാൽ ലേക്ക്. ഓക്കെ, ഇനി അവിടുത്തെ ടൂറിസം. ശ്രീനഗർ സിറ്റുവേറ്റഡ് ഇൻ ദ ബാങ്ക്സ് ഓഫ് ദാൽ ലേക്ക് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ സെൻറ്റർ. ദാൽ ലേക്കിൻ്റെ തീരങ്ങളിൽ തീരത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ശ്രീനഗറാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അതുപോലെ കൊമേഴ്ഷ്യൽ സെൻറ്റർ. ദ ഷിക്കാര ബോട്ട്സ് ആൻഡ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ആർ ഹോൾമാർക്സ് ഓഫ് കശ്മീർ ടൂറിസം. ഷിക്കാര ബോട്ട് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ ഷിക്കാര ബോട്ട്സ്. അതുപോലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നതാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ്. ആളുകൾ ഈ ഒരു ബോട്ടിൽ വന്നിട്ട് സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് അതുപോലെ മറ്റ് ഐറ്റംസൊക്കെ വിൽക്കുന്നതും വാങ്ങുന്നതൊക്കെ കാണാം. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ്. ഈ ഷിക്കാര ബോട്ട്സും ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സും ആണ് ഈ കശ്മീർ ടൂറിസത്തിൻ്റെ ഹോൾ മാർക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാർക്സ് എന്താണ്? ദീസ് ആർ meadows formed along mountain slopes during summer season. സമ്മർ സീസണിൽ ഈ കശ്മീർ ഹിമാലയ മൗണ്ടെയിൻസിൻ്റെ സ്ലോപ്പിൽ ഫോം ചെയ്യുന്ന മിഡോസ്, അതായത് എന്താ പുൽമേടുകളെയാണ് നമ്മൾ ഈ മാർക്സ് എന്ന് പറയണത്. അപ്പം സമ്മർ സീസൺ ഈ ഒരു മാർഗ് മിഡോ ആയിട്ടാണ് ഉണ്ടാവുക. എന്താണ് മിഡോ എന്ന് പറഞ്ഞാൽ? പുൽമേടുകൾ. ദീസ് മാർക്സ് ഗെറ്റ് കവേർഡ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിൻ്റർ. ഈ മാർക്സ് വിൻ്റർ സീസൺ ആകുമ്പം എന്താണ് അതിന് സംഭവിക്കുക? സ്നോ കൊണ്ടത് മൂടപ്പെടും. ദീസ് അട്രാക്ട്സ് ടൂറിസ്റ്റ് ഫോർ വിൻ്റർ ഗെയിംസ് സച്ച് ആസ് സ്കൈയിങ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ മാർക്സ് വിൻ്റർ സീസണിൽ സ്നോ കവേർഡ് ആയിരിക്കും. ഈ ടൈമിൽ അവിടെ വിൻ്റർ ഗെയിംസ് ഒക്കെ കണ്ടക്ട് ചെയ്യും.
എക്സാമ്പിൾ എന്താണ്? സ്കൈ. അപ്പോൾ ഇത് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൂറിസത്തിൽ നമുക്ക് ഇതും പറയാം. ഇൻ വിൻ്റർ സീസൺ ദ മാർക്സ് ആർ കവേർഡ് അണ്ടർ സ്നോ ആൻഡ് ദീസ് അട്രാക്ട്സ് ടൂറിസ്റ്റ് ഫോർ വിൻ്റർ ഗെയിംസ് സച്ച് ആസ് സ്കൈ. ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ടൂറിസം ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ മാർക്സിന് എക്സാമ്പിൾ എന്താണ്? സോൺമാർഗും ഗുൽമാർഗും. ഇതൊക്കെയാണ് കശ്മീർ ഹിമാലയ. അപ്പം ഈ കശ്മീർ ഹിമാലയൻസിൻ്റെ ഒരു മൈൻഡ് മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി എഴുതിയാണ് നമ്മൾ. ഇപ്പോൾ എക്സ്റ്റൻഷൻ 3.5 lakh കിലോമീറ്റർ സ്ക്വയർ, ലെങ്ത് 700 കിലോമീറ്റർ, വിഡ്ത്ത് 500 കിലോമീറ്റർ. ഇനി അവിടുത്തെ ഗ്ലേഷ്യേഴ്സ് ഏതൊക്കെയാണ്? സിയാച്ചൻ, ബോൾട്ടോറോ. ഇനി മെയിൻ മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്? കാരക്കോറം, where Mount K2 is situated, then Zanskar, Ladakh, Pir Panjal. ഇനി പാസസ് ഏതൊക്കെയാണ്? പാസസ് എന്താണ്? കമ്പാരറ്റീവ്ലി ഈസിയർ നാച്ചുറൽ പാസേജ് ആണ് പാസ്. അതുപോലെ അതിൻ്റെ എക്സാമ്പിൾ ബിൻഹൽ പാസ്സാണ്. ഇത് ജമ്മുവിനെ കശ്മീർ വാലിയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അവിടുത്തെ ടൂറിസം എന്തൊക്കെയാണ്? അതിൻ്റെ പോയിന്റ്സ് ശ്രീനഗറാണ് അവിടുത്തെ കൊമേഴ്ഷ്യൽ ആൻഡ് ടൂറിസം സെൻറ്റർ. ദെൻ Shikara boat and floating markets are hallmarks of that region. Snow-covered marks for winter games such as skiing. ഇതൊക്കെയാണ് അതിൻ്റെ പോയിന്റ്സ്. ദെൻ മാർക്സ് മിഡോ ആയിരിക്കും എന്ത് ഇൻ സമ്മർ സീസൺ ആൻഡ് ഇറ്റ്സ് സ്നോ കവേർഡ് ഇൻ വിൻ്റർ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? സോൺമാർഗും ഗുൽമാർഗും. അപ്പോൾ ഇത്രയാണ് കശ്മീർ ഹിമാലയാസിൻ്റെ ഒരു മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ അടുത്ത ഡിവിഷനായിട്ടുള്ള ഹിമാചൽ ഹിമാലയാസിനെ കുറിച്ചാണ് പറയണത്. ദ മേജർ ഷെയർ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഇപ്പം നേരത്തെ നമ്മൾ കശ്മീർ ഹിമാലയാസിനെ കുറിച്ച് പറഞ്ഞപ്പം അത് ജമ്മു ആൻഡ് കശ്മീർ അതുപോലെ ലഡാക്ക് റീജിയൻസിലാണത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. പക്ഷേ ഹിമാചൽ പ്രദേശിലാണ് കൂടുതലും അതിൻ്റെ ഷെയർ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരെന്താണ്? ഹിമാചൽ ഹിമാലയാസ്. ഇപ്പം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഇനി ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്, അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്? ചെനാബ്, രവി ആൻഡ് ബീസ്. നമ്മൾ ചെനാബ്, രവി എവിടെയോ കേട്ട പോലെ ഉണ്ട് അല്ലേ? നമ്മുടെ റിവർ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറീസ് ആണ്. നേരത്തെ കശ്മീർ ഹിമാലയാസ് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പം ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് ഏതൊക്കെയാണ്? ചെനാബ്, രവി ആൻഡ് ബീസ്. ഇനി അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് മൗണ്ടെയിൻ റേഞ്ചസ് ഏതൊക്കെയാണ്? ധൗലാധർ ആൻഡ് പിർ പഞ്ചൽ. അപ്പോൾ പിർ പഞ്ചൽ നമ്മൾ നേരത്തെ കശ്മീർ ഹിമാലയാസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഹിമാചൽ ഹിമാലയാസിലും ഒരു മെയിൻ മൗണ്ടെയിൻ റേഞ്ചാണ് പിർ പഞ്ചൽ. അപ്പം ധൗലാധർ ആൻഡ് പിർ പഞ്ചൽ. ദെൻ അവിടുത്തെ ഫ്രഷ് വാട്ടർ ലേക്സ് ഏതൊക്കെയാണ്? ചന്ദ്രതൽ അതുപോലെ സൂരജ് തൽ. കശ്മീർ ഹിമാലയാസിൽ ഏതായിരുന്നു? ദാൽ ലേക്ക്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു സിമ്പൽ വരച്ചിട്ടുണ്ട്, ഒരു ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും. അതെന്താണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. അത് കാരണം ചന്ദ്രതൽ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ, ദെൻ സൂരജ് തൽ, സൂരജ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്, അപ്പോൾ സൂരജ് തൽ. അപ്പോൾ രണ്ടുപേരും കണക്ട് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഓർമ്മ കിട്ടും എന്ന് തോന്നുന്നു. അപ്പം ചന്ദ്രതൽ ആൻഡ് സൂരജ് തൽ. ഇനി അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പാസസ് ഏതൊക്കെയാണ്? ബരാലച്ല പാസ്. അത് എന്താണ്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന പാസിനെയാണ് ബരാലച്ല പാസ് എന്ന് പറയുന്നത്. ദെൻ രോഹ്തൽ പാസ്, അത് കുലു വാലിനെ ലാഹുൽ അതുപോലെ സ്പിതി വാലിയായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം രോഹ്തൽ പാസ് എന്താണ്? കുലു വാലിനെ ലാഹുൽ അതുപോലെ സ്പിതി വാലിയുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പം ഇത് പഠിച്ചു വെക്കുക. ദെൻ അവിടുത്തെ ടൂറിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ വാലീസ് സച്ച് ആസ് കുലു, കാംഗ്ര, ലാഹുൽ ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് സച്ച് ആസ് ഷിംല, മണാലി അട്രാക്ട്സ് ന്യൂമറസ് ടൂറിസ്റ്റ്. അപ്പം ബ്യൂട്ടിഫുൾ വാലീസ്, അവിടുത്തെ ബ്യൂട്ടിഫുൾ വാലീസ് ആയിട്ടുള്ള കുലു, കാംഗ്ര അതുപോലെ ലാഹുൽ, അതുപോലെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ആയിട്ടുള്ള ഷിംല, മണാലി
ഇവയൊക്കെ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വാലീസ് ഏതൊക്കെയാണ്? കുളു, കംഗ്ര, ലാഹുൽ. അതുപോലെ ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഷിംല ആൻഡ് മണാലി. നെക്സ്റ്റ്, സ്നോഫാൾ ആൻഡ് മൈൽഡ് വിൻറ്റേഴ്സ് ആർ എക്സ്പീരിയൻസ്ഡ്. അപ്പോൾ ഇവിടെ സ്നോഫാളും അതുപോലെ മൈൽഡായിട്ടുള്ള വിൻറ്റേഴ്സും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദെൻ ഹോട്ട് സ്പ്രിംഗ് ക്യാൻ ഓൾസോ ബി സീൻ അറ്റ് ഫ്യൂ പ്ലേസസ്. ഹോട്ട് സ്പ്രിങ്സും കുറച്ച് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ, അത് ഹീറ്റഡ് ആയിട്ടുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ മുകളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് പക്ഷേ അതൊരു ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ കുറേ ഉണ്ട് ഇതിൽ, നിങ്ങൾക്ക് ടേംസും അതും ഇതൊക്കെ ആയിട്ട്. അപ്പം ഇത് കൂടുതൽ പറഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പറയുന്നില്ല. ഇനി ഈ ഹിമാലയാസിൻ്റെ ഒരു മൈൻഡ് മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി നിങ്ങൾ നന്നായിട്ട് ബുക്കിലേക്ക് വരയ്ക്കുക. ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് അത്ര വൃത്തിയിലല്ല കൊടുത്തത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയിൽ വരയ്ക്കുക. അപ്പം എന്താണ് അവിടുത്തെ റിവേഴ്സ് ഏതൊക്കെയാണ്? ചെനാബ്, രവി ആൻഡ് ബീസ്. ദെൻ അവിടുത്തെ മൗണ്ടൻ റേഞ്ചസ് ധൗലാധർ ആൻഡ് പിർപഞ്ചൽ. ദെൻ ഫ്രഷ് വാട്ടർ ലേക്സ് ഏതൊക്കെയാണ്? ചന്ദ്രതൽ, സൂരജ്തൽ. അവിടുത്തെ പാസസ് ഏതൊക്കെയാണ്? ബരാലച്ചുല പാസും അതുപോലെ രൂത്താങ് പാസും. അപ്പോൾ അത് എന്തിനൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്നും പഠിക്കുക. ദെൻ അവിടുത്തെ ടൂറിസം ഏതൊക്കെയാണ്? ബ്യൂട്ടിഫുൾ വാലീസ് സച്ച് ആസ് കുളു, കാംഗ്ര, ലാഹുൽ ആൻഡ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് സച്ച് ആസ് ഷിംല ആൻഡ് മണാലി അട്രാക്ട്സ് ദി ടൂറിസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ അടുത്ത ഡിവിഷനായിട്ടുള്ള വെസ്റ്റേൺ ഹിമാലയാസിൻ്റെ അടുത്ത ഡിവിഷനായിട്ടുള്ള ഉത്തരാഖണ്ഡ് ഹിമാലയാസിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം റിവർ സത്ലജ് ടു റിവർ കാളി. അപ്പം റിവർ സത്ലജ് ടു റിവർ കാളി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ഇനി ഈ ഉത്തരാഖണ്ഡ് ഹിമാലയാസിൻ്റെ വെസ്റ്റേൺ സൈഡിന് എന്താണ് പറയുന്നത്? ഗദ്വൽ ഹിമാലയ. ആൻഡ് ഈസ്റ്റേൺ സൈഡിനെ നമ്മൾ കുമയൂൻ ഹിമാലയ എന്നും പറയും. അപ്പോൾ വെസ്റ്റേൺ സൈഡ് ഗദ്വൽ ഹിമാലയ, ഈസ്റ്റേൺ സൈഡ് കുമയൂൻ ഹിമാലയ. ഇനി അവിടുത്തെ പീക്സ്, കൊടുമുടികൾ ഏതൊക്കെയാണ്? നന്ദാദേവി, കാമേറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഇനി അവിടുത്തെ ഗ്ലേഷ്യേഴ്സ് ഏതൊക്കെയാണ്? ഗംഗോത്രി അതുപോലെ യമുനോത്രി. ഗംഗോത്രി റിവർ ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്ലേഷ്യറാണ്. അതുപോലെ യമുനോത്രി റിവർ യമുന ഒറിജിനേറ്റ് ചെയ്യുന്ന ഗ്ലേഷ്യറാണ്. നെക്സ്റ്റ്, ഫ്രഷ് വാട്ടർ ലേക്സ് ഏതൊക്കെയാണ്? നൈനിതൽ അതുപോലെ ഭീംതൽ. ഇതാണ് ഇവിടുത്തെ ഫ്രഷ് വാട്ടർ ലേക്സ്. ഇനി നമ്മൾ അവിടുത്തെ ഒരു ജിയോഗ്രഫിക്കൽ പാർട്ടിനെ കുറിച്ചാണ് പറയാൻ പോണത്. അതായത് ഡൂൺസ്. ഡൂൺസ് ആർ ഫ്ലാറ്റ് വാലീസ് seen in between lesser Himalayas and Shivalik hill ranges. അപ്പം ഡൂൺസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള വാലീസ് ആണ്. എവിടെയാണ് അത് കാണുന്നത്? ഹിമാചൽ അതുപോലെ ശിവാലിക് ഹിൽ റേഞ്ചസിൻ്റെ ബിറ്റ്വീൻ. ഇപ്പം ലെസർ ഹിമാലയ എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തത്. അപ്പം നമുക്കറിയാം ലെസർ ഹിമാലയാസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഹിമാലയാസിനെയാണ്. നമ്മൾ ഹിമാലയാസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ശിവാലിക്, ഹിമാദ്രി, ഹിമാചൽ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ലെസർ ഹിമാലയാസ് എന്ന് എന്തിനായിരുന്നു പറയുന്നത്? ഹിമാചലിനായിരുന്നു. അപ്പം ഹിമാചലിൻ്റെയും അതുപോലെ ശിവാലിക് ഹിൽ റേഞ്ചസിൻ്റെയും ഇടയിലുള്ള ഫ്ലാറ്റ് വാലീസിനെയാണ് ഡൂൺസ് എന്ന് പറയുന്നത്. ഇനി ഈ ഡൂൺസിനൊരു എക്സാമ്പിളാണ് ഡെറാഡൂൺ ഇൻ ഉത്തരാഖണ്ഡ് ഇസ് വൺ അമംഗ് ദം. അതായത് ഡെറാഡൂൺ ഇൻ ഉത്തരാഖണ്ഡാണ് ഈ ഡൂൺസിന് ഒരു എക്സാമ്പിൾ. ദെൻ ബുഗ്യാൽസ്. അപ്പോൾ നമ്മൾ ബുഗ്യാൽസിനെ കുറിച്ചാണ് പറയുന്നത്. ദ ആൽപൈൻ സമ്മർ മീഡോസ് അലോങ് ദി ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ബുഗ്യാൽസ്. അപ്പം ബുഗ്യാൽസ് എന്ന് പറഞ്ഞാൽ സമ്മർ സീസണിൽ ഉണ്ടാകുന്ന ആൽപൈൻ മീഡോസ് അലോങ് ഹയർ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടെയിൻ സ്ലോപ്സ് ഓഫ് ദിസ് റീജിയൻ. അതായത് ഈ റീജിയണിലെ, അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയാസിൻ്റെ ആ റീജിയണിലെ
ഹയർ ആൾട്ടിറ്റ്യൂഡിലെ മൗണ്ടെയിൻ സ്ലോപ്സിൽ ഫോം ചെയ്യുന്ന അതിൻ്റെ അലോങ് ആയിട്ടുള്ള മിഡോസ് പുൽമേടുകളെയാണ് ബുഗ്യാൽസ് എന്ന് പറയുന്നത്. ഇൻ സമ്മർ സീസണിലാണ് ഇത് മിഡോ ആയിരിക്കുന്നത്. ഇതേപോലൊരു ടേം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? കശ്മീർ ഹിമാലയാസിൽ നമ്മൾ മാർഗ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഇതേപോലെ സമ്മർ സീസണിൽ അത് ഒരു മിഡോ ആണ്. ദെൻ ദ ബുഗ്യാൽസ് ഗെറ്റ് ബറീഡ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിന്റർ ആൻഡ് ഈസ് മെയ്ഡ് യൂസ് ഓഫ് വിന്റർ ടൂറിസം ഇൻ മെനി ഏരിയാസ്. മാർഗ്സിനെ പോലെ തന്നെ വിന്റർ സീസണിൽ ഇത് സ്നോ കൊണ്ട് കവർ ചെയ്യപ്പെടും. അതുകൊണ്ടത് വിന്റർ ടൂറിസത്തിനൊക്കെ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ എക്സാമ്പിളാണ് ടൈഗർ ബുഗ്യാൽസ് ആൻഡ് ഗോർസൺ ബുഗ്യാൽസ്. അപ്പോൾ ഇതാണ് രണ്ട് ബുഗ്യാൽസിൻ്റെ എക്സാമ്പിൾ. ഇനി ബുഗ്യാൽസ് ആൻഡ് ഷീപ്പ് ഹേർഡ്സ്. ഷീപ്പ് ഹേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആട്ടിടയന്മാർ. അപ്പം ബുഗ്യാൽസും ഷീപ്പ് ഹേർഡ്സും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നാണ് നോക്കുന്നത്. ബുഗ്യാൽസ് റിമൈൻസ് അണ്ടർ സ്നോ ഡ്യൂറിങ് വിന്റർ. അപ്പോൾ ഈ ബുഗ്യാൽസ് വിന്റർ ടൈമിൽ അണ്ടർ സ്നോയിലാണ് അത് റിമെയിൻ ചെയ്യുന്നത്. ഇൻ സമ്മർ ദ സ്നോ മെൽറ്റ്സ് അവേ. സമ്മർ സീസൺ ആകുമ്പോൾ അത് ഈ സ്നോ ഉരുകിപ്പോവും. ബുഗ്യാൽസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഗ്രീൻ മിഡോസ്. അങ്ങനെ ഉരുക്കി പോകുന്ന ഇതുവഴി ഈ ബുഗ്യാൽസ് ഗ്രീൻ മിഡോസ് ആയി മാറും. ഇൻ സമ്മർ സീസൺ ഷീപ്പ് ഹേർഡ്സ് റീച്ച് ദിസ് മിഡോ ഫ്രം their dry valley and make temporary camping sheds and live along with their livestock in here. അതായത് സമ്മർ സീസണിൽ ഈ ഒരു ബുഗ്യാൽസിൽ സ്നോ മെൽറ്റ് ആവും, അവിടെ ഗ്രീൻ മിഡോ ആവും. ഈ സമയത്ത് ഈ ആട്ടിടയന്മാർ അവരുടെ ഡ്രൈ ആയിട്ടുള്ള വാലി ഉപേക്ഷിച്ച് അവർ ഈ സ്ലോപ്പിലേക്ക് എത്തും. എന്നിട്ട് അവിടെ ടെമ്പററി ആയിട്ട് ഒരു ക്യാമ്പിംഗ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇവരുടെ ഈ കന്നുകാലികളെയൊക്കെ വെച്ച് അവർ അവിടെ ജീവിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ഗ്രീൻ മിഡോസ് ആണ്. അപ്പോൾ ആ അനിമൽസിനൊക്കെ അവിടുന്ന് ഗ്രേസിങ് ചെയ്യാൻ കഴിയും. ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേസിങ് എന്ന് പറഞ്ഞാൽ മെയ്യുക എന്നാണ് അർത്ഥം. അപ്പം ഈ സമ്മർ സീസണിൽ ഈ ബുഗ്യാൽസ് ഗ്രീൻ മിഡോസ് ആയി മാറും. ഈ ടൈമിൽ ഈ ഷീപ്പ് ഹേർഡ്സ് അവരുടെ ഡ്രൈ വാലി ഉപേക്ഷിച്ച് ഈ ബുഗ്യാൽസിലേക്ക് വരും. എന്നിട്ട് അവിടെ ടെമ്പററി ക്യാമ്പിംഗ് നടത്തും. എന്തിനു വേണ്ടിയാണ്? ഈ അവരുടെ ലിവ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കന്നുകാലികൾ അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ എന്നൊക്കെ പറയും. അപ്പം ഇവർക്ക് ഗ്രേസിങ് നടത്താൻ വേണ്ടിയിട്ട്, അവർക്ക് മേച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് അവരിവിടെ ഒരു ടെമ്പററി ക്യാമ്പിംഗ് ഒക്കെ വെച്ച് ഇവിടെ ജീവിക്കും. Then when winter comes they leaves these hills. അപ്പം വിന്റർ ടൈം വരുമ്പം ഇവർ ഈ ഒരു ഹില്ല് ലീവ് ചെയ്യും. എന്നിട്ട് അവരെ വാലിയിലേക്ക് തന്നെ തിരിച്ചു പോകും. This seasonal migration along with their domestic animals for grazing ground to another is known as transhumance. അപ്പം ഈ ഒരു സീസണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ പലായനം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ജീവിക്കുന്നതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സീസണൽ മൈഗ്രേഷനെ അലോങ് വിത്ത് ദ ഡൊമസ്റ്റിക് ആനിമൽസ് ഫോർ ഗ്രേസിങ്, അപ്പം മേച്ചിലിന് വേണ്ടിയിട്ട് ഈ ഒരു കന്നുകാലികളെയും കൂട്ടിയുള്ള അവരുടെ ഈ ഒരു സീസണൽ മൈഗ്രേഷനെയാണ് നമ്മൾ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുക. അപ്പം ഇത്രയാണ് ഉത്തരാഖണ്ഡ് ഹിമാലയ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.